ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ എൻ്റെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് കായലിൽ പോകണം. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീൻപിടുത്തമാണ്. അപ്പോൾ എൻ്റെ എല്ലാ പതിവ് ഫിഷിംഗ് യാത്രയ്ക്ക് എൻ്റെ സാരഥി എന്ന് പറയുന്നത് ഹീറോയുടെ ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞ ബൈക്കാണ്. ഇതാകുമ്പോൾ എവിടെയും പൊക്കോളും. ആ ഫ്ലഡ് ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം കുറേ അഭ്യാസമൊക്കെ കാണിച്ചായിരുന്നു. ദൈവമേ, ഇന്ന് മിന്നിച്ചേക്കണേ. പോവാട്ടാ. വലൈക്കും അസ്സലാം. ഈ വീഡിയോ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഞാൻ വരുന്ന ഒരു വരവാണ്. അപ്പോൾ വെള്ളപ്പൊക്ക സമയത്ത് ഈ റോഡ് എങ്ങനെയാണ് കിടന്നതെന്ന് ഇതേ ഒരു വീഡിയോയുടെ അതേ ഒരു ട്രയൽ ഞാൻ തരാം. നടന്നു പോവോ? എന്തോരം വെള്ളമുണ്ട്? അത്രയും വെള്ളമോ? നടന്നു പോവല്ല? ആ ഈ വണ്ടി പെശകാന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇതങ്ങനെ പെട്ടെന്ന് ഓഫാവൂല. ഇത് വേറെ വണ്ടിയാ. ഓ, ഈ ലെവല് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ എങ്ങനെയാണ് കടന്നിരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ കൂടിയൊക്കെ വെള്ളത്തിൽ കൂടി ഒരു മുട്ടോളം വെള്ളത്തിൽ കൂടിയായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊന്നും പോകില്ലായിരുന്നു. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ എത്തുമ്പോൾ എന്നെ തെറി പറയാൻ രണ്ടുപേര് വന്ന് കാത്തു നിൽപ്പുണ്ട്. ഓൾറെഡി ഞാൻ ഇച്ചിരി ലേറ്റാണ്. കാരണം ക്യാമറയുടെ പൗച്ചും ബാറ്ററിയും മെമ്മറി ഫുള്ളായിരുന്നു. അത് കോപ്പി ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി. അപ്പോൾ തെറി എങ്ങനെയാണ് ഞാൻ സാധാരണഗതിയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നതെന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ റെക്കോർഡിങ് എന്നുള്ള കാര്യം അവർക്കറിയില്ല. ഇതാണ് നമ്മുടെ ഏരിയ. വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. ഫുൾ വെള്ളം. പോയി നിങ്ങൾ താഴെയാണോ? പറ്റില്ല. ഇത് കൃത്യമായിട്ട് എൻ്റെ ബൈക്കിൻ്റെ ചാവിയിൽ കിടക്കണ കാരണം കൃത്യമായിട്ട് നിനക്കൊക്കെ പോകാൻ പറ്റണേ. എടാ, നീ തെറി പറയുന്നു പറഞ്ഞ് ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കേ. ആരും തെറി പറയുന്നില്ല. ഞാൻ ആരെങ്കിലും വ്യൂവേഴ്സ് കാണുവാണെങ്കിൽ നിങ്ങൾ തെറി പറയുന്നത് കേൾപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. സംസ്കാരം ഇല്ലാത്തവർ. അപ്പം ഞങ്ങളുടെ ഫിഷിംഗ് യാത്ര തുടങ്ങുകയായി. വയസ്സായവരൊക്കെ അപ്പുറം വഴി ചുറ്റിക്കിറങ്ങിയാൽ തന്നെ ഞാൻ ചെറുപ്പക്കാരനായത് കാരണം ഞാൻ ഇടയിൽ കൂടി കയറി. എന്തു പറ്റി?
സാധാരണ ഞങ്ങൾ സ്പെയർ ചൂണ്ടയൊക്കെയായിട്ടാണ് പോകാറ്. ഇന്ന് സ്പെയർ ഒന്നും എടുക്കുന്നില്ല. പിന്നെ വെള്ളം കണ്ടല്ലോ, വലിയ തെളിച്ചൊന്നുമില്ല. അപ്പം അത് കാരണം എല്ലാവരും ഒരേ ചൂണ്ട വീതം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ പിടിക്കാവുന്ന മീനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത് വ്ളോഗായിട്ട് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ ഫിഷിംഗ് ട്രിപ്പുകളിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പരസ്പരം ടാറടിച്ച വർത്തമാനങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. താങ്ക്സ്. വാക്കി ടോക്കിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് പലതിനും ഞങ്ങളുടേതായ കോഡ് പേരുകളുണ്ട്. വാക്ക് ദ ഡോഗിനാണ് വാക്കി ടോക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ ആരും പറയരുത് അത് വാക്കി ടോക്കി അല്ല, അത് വാക്ക് ദ ഡോഗ് ആണ്. ഞങ്ങൾക്കും അറിയാം, പക്ഷെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറയാറുള്ളൂ. കൂട്ടത്തിൽ ബുദ്ധിവികാസം തീരെ കുറവുള്ള, വിശപ്പിൻ്റെ അസുഖമുള്ള ഒരു കക്ഷിയുണ്ട്. പുള്ളിക്ക് മനസ്സിലാകാനാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കോഡ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആ എഞ്ചിനിലെ മറ്റേ സാധനം കണക്ട് ചെയ്യുന്ന വ്യക്തിയില്ലേ, അത് തന്നെയാണ് ആൾ. എടാ, ഫ്രെയിമിൽ ആസനം കാണിക്കാത്ത രീതിയിൽ തിരിഞ്ഞിങ്ങോട്ടിരിക്കുക. നമ്മുടെ എത്ര നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റാതെ പോയത്. പ്രതീഷ് ഭായ് മറ്റേ മുളങ്കമ്പ കുത്തി നിന്നിട്ട് ഇങ്ങനെ പിരിഞ്ഞെട്ട് പോലെ നിന്ന സീനൊക്കെ നമ്മുടെ മുനമ്പത്ത് പോയിട്ട് അതൊക്കെ വൈറലാ. എപ്പോഴും ഇതേപോലെ അതിവിശാലമായ ഈ പുഴയിലൂടെ ഞങ്ങൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ ഒരുപാട് മീനും പിടിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വെള്ളം മോശമായത് കാരണം മാത്രമാണ് ഞങ്ങൾ മീൻ പിടിക്കാതെ പോകുന്നത്. എത്രയൊക്കെ കാസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടും ഇവിടെ ചെറിയ ആക്ടിവിറ്റി കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ചൂണ്ടപ്രാന്തന്മാർക്ക് എറിയാതിരിക്കാൻ തോന്നിയില്ല. അത് കാരണം കുറച്ച് കാസ്റ്റ് ചെയ്തു. ഈ തവണത്തെ ഫ്ലഡിന് വന്ന് കയറിയ മരങ്ങളാട്ടോ ഇത്. നമ്മുടെ വേറൊരു വീഡിയോയിൽ ഒരു വലിയൊരു വാഗ അടിച്ച ഒരു വീഡിയോ എടുത്ത ഒരു സ്ഥലമാട്ടോ ഇത്. പക്ഷെ വാഗേനെ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ONKV ഉണ്ണിയായിട്ട് വന്ന് വറ്റ പിടിച്ച സ്ഥലമാണ്. ഒരുപാട് മീൻ ഞങ്ങൾ പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇന്നിപ്പോൾ അനക്കമൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ലൂറ് മാറി കിട്ടി. പോന്ന് യെസ്, കിട്ടി. അതായത് ലൂറ് കാസ്റ്റ് ചെയ്ത ഇത് സിങ്കിങ് ആണ്. ലൂറ് കണ്ടോ? ഫാസ്റ്റ് സിങ്കിങ് ആണ്. അപ്പോൾ സിങ്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞോട്ട് വീണു. ഇവിടെ ഞോട്ട് വീണപ്പോഴത്തേക്ക് ഞാൻ അതഴിക്കാൻ പോയ സമയത്ത് ഇത് അടി കയറി ഉടക്കി. ഈ വള്ളത്തിൽ പോയി കാസ്റ്റ് ചെയ്യുമ്പോൾ കാസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല പൊസിഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ ഒരു കാര്യം. ഇപ്പം ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനാണ്. എപ്പോൾ വേണമെങ്കിലും സ്ട്രൈക്ക് കിട്ടാം. ഒരു മീൻ അടിച്ചിട്ട് വിട്ടു പോയിട്ടോ, എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. പക്ഷേ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. നല്ല ഒരു മീനായിരുന്നു. ഒരു വാള പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. ചെമ്പല്ലി അല്ല എന്ന് തോന്നുന്നു. പ്രതീഷ് ഭായിക്ക് ഒരു നല്ല ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രൈക്കാൻ എനിക്കില്ല. ചെറുതാണോ വലുതാണോ? ചെറുതാണോ? പുള്ളിക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. മുഖം നോക്കിയേ, ഒരു വൃത്തികെട്ട മുഖം മീനടിച്ചിട്ട്. എൻ്റെ മുഖമൊക്കെ കാണണം. കുഴപ്പമില്ല. ഇങ്ങോട്ട് നല്ല ചെമ്പല്ലിയാണ്. വേണ്ട, നല്ല ചെമ്പല്ലിയാണ്. എൻ്റെ ഫിഷിങ് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മെനഹട്ടവും പിടിച്ചു പറഞ്ഞു. കയ്യെ കയറേണ്ടത് എന്നാ 1+ ഉണ്ട്. അപ്പം കൺഗ്രാജുലേഷൻസ് പെരാര. അങ്ങനെ നമ്മൾ മുറിഞ്ഞുപുഴ പാലത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇന്ന് വാട്ടർ കണ്ടീഷൻ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു.
അടിച്ചു വിട്ടുപോയടാ. ആ ശേ അയ്യോ. ഇവിടെയുള്ള സ്ട്രൈക്കിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത ഇതാ, അടിച്ച് ഒന്ന് ലാൻഡ് ചെയ്യിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഇതാണ് നേരത്തെ സ്ട്രൈക്ക് കിട്ടിയത്. 500 ലൂറാണ്. ഇതിൻ്റെ അകത്ത് ഇതുവരെ ഒരു മീനും പിടിച്ചിട്ടില്ല. ഈ പാടൊക്കെ ഹുക്ക് ഉരഞ്ഞിട്ടുണ്ടാകുന്ന പാടാണ്. ഈ കാണുന്ന 2 പാടാണ് ഫിഷിൻ്റെ പല്ല്. അത് ചെമ്പല്ലിയാണ്. ഇത് ഉരഞ്ഞു പോയത്, ഹുക്കായില്ല. അപ്പം ഞങ്ങൾ വള്ളമൊക്കെ ഒന്ന് കെട്ടിയിട്ട് ചായ കുടിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ തവണ നമ്മൾ വന്ന് ഇവിടെ വന്ന് മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചായിരുന്നു. നല്ല താറാമുട്ട കിട്ടും. മൂന്ന് അടയോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മുട്ട പുഴുങ്ങിയതുണ്ടോ? മുരടിച്ചു പോയല്ലോ. ചായ മാത്രം, വേറെ ഒന്നുമില്ലല്ലേ ചേച്ചി? മുട്ട പുഴുങ്ങിയൊന്നുമില്ല. 2 ചായ, ഒരു ചായ മധുരം, ഒരു ചായ മധുരം കുറച്ച്. 2 ചായ മധുരം കുറച്ച്. ഇന്നത്തെ പുട്ട് കഷ്ണമാണോ അത്? ആണോ പുട്ട് കഷ്ണം? നല്ല പുട്ടാണ്. നോക്കട്ടെ. ഞാൻ പിടുത്തത്തിനൊരു മുറുക്കം. പുട്ടെങ്കിൽ പുട്ട്, വിശന്നിട്ട് പാടില്ല. മലയാള നാടകവേദിയിലെ ആദ്യത്തെ ഒരു പുതുമകളുമില്ലാത്ത നാടകം വെയിൽ. അത് ഇത് ചായയിൽ മുക്കിയിട്ട് ഒരു രുചിയില്ല കേട്ടോ. ഇതാ ഇത് ഇതിൻ്റെ പൈസ കൊടുത്താ? ബിസ്ക്കറ്റിൻ്റെ എന്നാ 10 രൂപക്ക് മേടിക്കാം. നമുക്ക് നല്ലതാണെങ്കിൽ കുഞ്ഞു മേടിക്കാം. മേടിച്ചോണ്ടോടാ. മൊത്തത്തിൽ വേറെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോരെ. തീറ്റ സാധനം പിന്നെ അവനോട് പറയണ്ട. കൊള്ളാല്ലേ? പൊട്ടുകടലേ ഉള്ളു. കൊള്ളാം. ഒരു കാര്യം ചെയ്യും, ഒരു 50 രൂപ മേടിച്ച് തന്നാലാ? ഇപ്പോഴത്തെ എള്ളുണ്ട 10 രൂപ കൂടിയാ. ചൂണ്ടയിട്ട് കംപ്ലീറ്റ് ആൾക്കാരുടെ ലൈൻ തമ്മിൽ കൂട്ടി ഉടക്കി ആകെ പ്രശ്നമായി. എടാ ഒന്നും കാണാൻ മേലാട്ടാ, ഇരുട്ടായി. അതിൻ്റെ ഇടയ്ക്ക് ലൈനെല്ലാം കൂട്ടിക്കെട്ടി ആകെ ഒരു ക്യാച്ചേ നടന്നിട്ടുള്ളൂ. രാത്രി ഏകദേശം 8 മണിയായി. നല്ല മഴയും പെയ്തു തുടങ്ങി. വീട്ടിൽ കൊണ്ടുപോയി അഴിച്ചെടുത്തോളൂ. എനിക്ക് കഴിക്കുന്ന താല്പര്യമൊന്നുമില്ല, മഴ മാത്രം. ഭാഗ്യത്തിന് അധികം കുടുങ്ങിയില്ലല്ലേ? ശരിയാണ്. 3 ചൂണ്ടയും കൂടി ആയത് കാരണം വലിയ ബുദ്ധിമുട്ട് വന്നില്ല. വീടിനകത്ത് കുറച്ചൊന്നുമില്ലായിരുന്നു, അതിനും കുടുങ്ങായിരുന്നു. ഒരു 5-8 മണിക്കൂർ കിട്ടി കഴിഞ്ഞാൽ അഴിച്ചെടുക്കാമല്ലോടാ. ഒരു കഷ്ണം കിടന്ന അത് മൂരിയേ, ഇതേ കഷ്ണം അത് മൂരിക്കളാം. ഒരു അറ്റം കിടന്നുണ്ടല്ലേ, ഒരു ക്ഷമ സമ്മതിച്ചിട്ടോ മോനെ.
മറ്റേ ബേസ് കാസ്റ്റർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതെല്ലാവരും മെയിൻ പരിപാടി. ഞങ്ങളുടെ കൂട്ടത്തിൽ നീ പിടിച്ചത്, ഞാൻ പിടിച്ചത്, അവൻ പിടിച്ചത്, അങ്ങനെ ഒരു വേർതിരിവില്ല. എപ്പോൾ മീൻ കിട്ടിയാലും ആവശ്യമുള്ളവൻ വീട്ടിൽ കൊണ്ടുപോകും. ചിലപ്പോൾ ഒരുപാട് നിർബന്ധിച്ചാലേ ചിലരൊക്കെ എടുക്കാറുള്ളൂ. മിക്കവാറും അതിനുള്ള ഭാഗ്യം എനിക്കാ. നീ കൊണ്ടുപോയിക്കോ. അവർ മിക്കവാറും എനിക്ക് തന്നിട്ട് പോകാറ പതിവ്. എല്ലാ അഭ്യാസവും കഴിഞ്ഞ് ക്ലബിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇരിക്കുന്നു മുമ്പിൽ അത്ഭുതം എന്ന പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മുടെ ശ്രീനിവാസൻ സാറ്. കഥാപാത്രങ്ങളിലൂടെ കണ്ടവരെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ സാറേ, അതൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ കായലിലും പുഴയിലും അല്ലാത്ത സ്ഥലത്ത് പോയി പിടിച്ച ചെമ്പല്ലീനെ വെട്ടി നമ്മൾ നോട്ട്ബുക്ക് പോലെ തുറന്ന് വെച്ചേക്കുകയാണ്. ചാച്ചു എന്താ വേണ്ടേ? ചെമ്പല്ലി ഗ്രില്ലാ? ഗ്രില്ല് ചെയ്യാൻ ഗ്രില്ലില്ലല്ലോ, ഇപ്പൊ മഴയല്ലേ. എന്ത് എങ്ങനെ? ആ എന്നാ ശരി, അങ്ങനെ ഉണ്ടാക്കാം. എന്താണ് വേണ്ടത്? ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ. ഉറങ്ങുമോ നീ? എൻ്റെ മക്കൾക്ക് എപ്പോഴും ഞാൻ അടുക്കളയിൽ കയറണ ഒരു ഹര. എന്ത് ചെയ്തു ഈ മീനെ? അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ ഇതിനെ കണ്ട് വിലയിരുത്തും. മക്കൾ മൊത്തൊരു കുക്കിങ്, അതായിരിക്കും അടുത്ത എപ്പിസോഡ്. എൻ്റെ മോനും മോളും കൂടി കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നേ. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയല്ലേ, അത് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ മറ്റ് വീഡിയോകൾ കാണാത്തവർ എൻ്റെ വീഡിയോ എല്ലാം പോയി കാണുക. എല്ലാ വീഡിയോയും വ്യത്യസ്തമാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ നിസാം സൈനിങ് ഓഫ്.